പ്രിയ സ്നേഹിതരെ, അരീക്കോട് ഭാഷ തൃശ്ശൂർ ലവല ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഞങ്ങൾ പോയി കണ്ടു. അദ്ദേഹം ആദ്യമേ ചോദിച്ചത് ഇനി എന്നാണ് പ്രസംഗം ആരംഭിക്കുക എന്ന്. അത്ര ഉത്സാഹമായിരുന്നു അദ്ദേഹത്തിന്. നമ്മൾ ഓരോ വർഷവും ഈ പരമ്പരയുടെ ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും അദ്ദേഹം എങ്ങനെയെങ്കിലും വന്നു ചേരും. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രചോദന സ്രോതസ് എന്നുള്ളത് നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. വളരെ എളിയ തോതിലാണ് നമ്മൾ നടത്തുന്നത്. കുറച്ച് അമൂർത്തമായ ചർച്ചകളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് അധികം ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ വരുന്ന ആളുകൾ വളരെ വിശ്വസ്തരായിട്ട് ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ വരുന്ന ആളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ഉത്സാഹം നൽകുന്ന ഒന്നാണ്. എനിക്ക് ഷാഖ് ദെറിദയെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. കാരണം പാരീസിലെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് 1970-കളിലാണ് ഷാഖ് ദെറിദയും മിഷൽ ഫൂക്കോയും ലെവി സ്ട്രോസും ഷോൺ പോൾ സാർത്തും സിമോൺ ദെ ബോവാറും അങ്ങനെ ഒരു നിര 20ാം നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തിയ വലിയ പ്രബുദ്ധരായ ഒരു കൂട്ടം ആളുകൾ അന്ന് പാരീസിൽ താമസിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഷാഖ് ദെറിദ അമേരിക്കയിലും പാരീസിലും മാറി മാറി പഠിപ്പിക്കുമായിരുന്നു. ഇവരെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് യോഗ്യത എന്ന് ഞാൻ പറഞ്ഞത്. അത്രയും വാസ്തവത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ളൂ. പിന്നെ പ്രായമായി കഴിഞ്ഞപ്പോഴേ അന്ന് വിദ്യാർത്ഥിയായിരുന്നു, ഫ്രഞ്ച് ഭാഷ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. കുറേയൊക്കെ താല്പര്യം അതിനോട് ജനിച്ചു എന്നുള്ളതാണ്. നമ്മുടെ രവീന്ദ്രൻ സാറിനെ എന്ന് പ്രത്യേകമായിട്ട് ക്ഷണിച്ചത് അദ്ദേഹത്തെ ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിക്കാൻ സാധിക്കും ഞങ്ങൾക്ക് എന്നുള്ള വിചാരം കൊണ്ടാണ്. കാരണം ആധുനിക സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ച് വളരെ ആഴമായ അറിവുള്ള ആളാണ് രവീന്ദ്രൻ സാർ. അതുകൊണ്ട് ഒരു ആധികാരികമായ ഏതെങ്കിലും ഒരു പ്രസ്താവനയായിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്ന അത്യത്ഭുതകരമായ ഒരു പ്രതിഭാസത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിന്റെ അടിവേരുകൾ എന്താണെന്ന് അന്വേഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അന്വേഷിച്ച് ചെല്ലുമ്പം അത് വളരെ വിസ്മയകരമായ വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകും. നമ്മൾ അതിൽ നിന്ന് അന്യരല്ല. നമ്മുടെയും പാരമ്പര്യവും സംസ്കാരവുമായിട്ട് ആഴത്തിൽ ചില ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും കാണാൻ സാധിക്കും. 20ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ലോക ശ്രദ്ധയെ ആകർഷിച്ച പ്രമുഖ പാശ്ചാത്യ ചിന്തകരിൽ ഒരാളാണ് ഷാഖ് ദെറിദ. 1930-ലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം അന്ന് ഫ്രഞ്ച് കോളനിയായിരുന്ന അൾജീരിയയുടെ തലസ്ഥാനത്താണ് ഒരു യഹൂദ കുടുംബത്തിൽ ജനിക്കുന്നത്. 2004-ൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറായിട്ട് അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആ മരണ വാർത്ത പാരീസിലെ ഷാംസ്-എലീസെ കൊട്ടാരത്തിൽ നിന്ന്, അതായത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നാണ് ലോകത്തെ അറിയിച്ചത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കാം, അതൊരു അപൂർവമായ ദേശീയ ബഹുമതിയായിട്ടാണ് അത് അങ്ങനെ ചെയ്തത്. ഈ വിവിധ വിജ്ഞാന ശാഖകളിൽ, പ്രത്യേകിച്ചും ദർശനം, സാഹിത്യം, വിമർശനം, നിയമം, രാഷ്ട്രമീമാംസ, ഭാഷാവിജ്ഞാനിയും തുടങ്ങി വാസ്തുശില്പവിദ്യയിലും ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലും വരെ വിപുലമായ സ്വാധീനം അദ്ദേഹം ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ വായനക്കാർക്ക് വളരെ വളരെ ദുഷ്കരമായ ഒരു ജോലിയാണ് അദ്ദേഹത്തിന്റെ രചനകൾ വായിക്കുക എന്നുള്ളത്. അദ്ദേഹം ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ് തുടങ്ങിയ യൂറോപ്യൻ ഭാഷകൾക്കൊപ്പം പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ഗ്രീക്ക് ഭാഷ പച്ചവെള്ളം പോലെ വായിക്കുന്ന ആളായിരുന്നു. ഈ ഭാഷയുമായിട്ട് ഒരുതരം മൽപ്പിടുത്തം നടത്തുന്നുണ്ട് ദെറിദ. അത് യൂറോപ്യൻ ചിന്തകന്മാരുടെ ഒരു 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 പൊതു സ്വഭാവം കൂടിയാണ്. ഫ്രഞ്ച് ഭാഷയിൽ അദ്ദേഹത്തിന്റെ കൃതികൾ യൂറോപ്യൻ ഭാഷയായ ഇംഗ്ലീഷിലേക്ക് പോലും മൊഴിമാറ്റം നടത്തുന്നത് അതീവ ക്ലേശകരമായ ഒരു സംഗതിയാണ്. പക്ഷെ അത്ഭുതമാണ്, അദ്ദേഹം ഒരു ഇന്ത്യക്കാരിയാണ്. ഗായത്രി സ്പിവാക് ചക്രവർത്തിയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഓഫ് ഗ്രാമറ്റോളജി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഫ്രഞ്ച് ഭാഷയുടെ പ്രത്യേകമായ ചില ധ്വനികളും ദ്വയാർത്ഥങ്ങളും ഒക്കെ അദ്ദേഹം വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദാർശനികമായ പല ഞാണിന്മേൽ കളികളും ഉണ്ട്.
അപ്പോൾ ഇതൊക്കെ ഈ ഭാഷ എന്ന സങ്കല്പത്തിന്റെ വേരുകളിലേക്ക് നമ്മെ കൊണ്ടുചെല്ലുന്ന ഒരു എക്സസൈസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അദ്ദേഹം ഒരുതരം വാഗ്ലീലയിൽ അഭിരമിച്ചിരുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല. ഈ അമേരിക്കക്കാരാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഡീകൺസ്ട്രക്ഷൻ, അപനിർമ്മാണം എന്നുള്ള ആശയത്തെ വളരെയധികം ലോകപ്രസിദ്ധമാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം യേൽ യൂണിവേഴ്സിറ്റിയിലും കാലിഫോർണിയയിലും ഒക്കെ പഠിപ്പിക്കുന്ന സമയത്താണ് ഇന്റർവ്യൂകൾ വഴിയും ലേഖനങ്ങൾ വഴിയും ഒക്കെ അദ്ദേഹത്തെ അത്രയും പ്രസിദ്ധനാക്കിയത്. ഞാൻ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് ഇത്രയും കൃതികൾ ഇംഗ്ലീഷിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ 60ഓളം കൃതികൾ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം പാരീസിലും ഫ്രാൻസിലെ ബൗദ്ധിക വൃത്തങ്ങളിലൊക്കെ അറിയപ്പെട്ടിരുന്നെങ്കിലും ഈ ഒരു സെൻസേഷണൽ ഗ്ലാമർ ഒന്നും അദ്ദേഹത്തിന് ആ കാലത്ത് ഇല്ലായിരുന്നു. അത് പിന്നീടാണ് അമേരിക്കക്കാരാണ് കൊടുത്തതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള വാക്ക് അത് സാറ് കണ്ടുപിടിച്ചു. ഞാനത് മനഃപൂർവ്വം അത് വേണ്ടെന്ന് വെച്ചതാണ്. കാരണം അപനിർമ്മാണം എന്ന് സാധാരണ തർജ്ജമയുണ്ട്. ശരിക്കും അപനിർമ്മാണം മാത്രമല്ലത്, അതൊരു അഴിച്ചുപണി കൂടിയാണ് എന്നുള്ളത് രവീന്ദ്രൻ സാർ ചൂണ്ടിക്കാണിച്ചതിൽ പ്രത്യേക സന്തോഷമുണ്ട്. ഈ ജൂത കുടുംബത്തിൽ ഒരു സാധാരണ ഫ്രഞ്ച് പൗരൻ എന്ന് പറയുന്ന കൊളോണിയൽ പൗരനാണ്. അദ്ദേഹത്തിന്റെ വാസ്തവത്തിൽ യൂറോപ്യനല്ല. അത് അമേരിക്കക്കാരും യൂറോപ്യൻസും ആരും പറയുകയില്ല. അദ്ദേഹം യൂറോപ്യനല്ല, അദ്ദേഹം യഹൂദനാണ്. അദ്ദേഹത്തിന്റെ തലമുറകളായിട്ട് ജീവിച്ചത് ആഫ്രിക്കയിലാണ്, അൾജീരിയയിലാണ്. അദ്ദേഹത്തിന്റെ നിറം യൂറോപ്യന്മാരുടെ വെളുത്ത നിറമായിരുന്നില്ല, ഡാർക്ക് കോംപ്ലക്ഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ യൂറോപ്യൻ ബൗദ്ധിക പാരമ്പര്യത്തോടാണ് അദ്ദേഹത്തിന് ബന്ധമുണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം യൂറോപ്യനായതെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു പക്ഷേ സന്തോഷമുള്ള കാര്യമായിരിക്കും, ഈ 20ാം നൂറ്റാണ്ടിലെ വലിയ ബുദ്ധിജീവികളായിട്ട് അറിയപ്പെട്ട ദെറീദ പല പരീക്ഷകൾക്കും തോറ്റയാളാണ്. ഒരു കാരണമുണ്ടായിരുന്നു. അദ്ദേഹം 12 വയസ്സിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രാൻസിൽ ഈ ഹിറ്റ്ലറുടെ നാസി റഷീമുമായിട്ട് ആനുകൂല്യമുള്ള വിഷി ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് യഹൂദന്മാരെ മാറ്റി നിർത്തി ഫ്രാൻസിലും അവരുടെ കോളനികളിലും. അങ്ങനെ യഹൂദൻ എന്നുള്ള പേരിൽ ഫ്രഞ്ച് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ദെറീദ. പിന്നെ അദ്ദേഹം അതെല്ലാം കഴിഞ്ഞ് 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് ഫിഷി ഗവൺമെന്റ് ഒക്കെ പോയി കഴിഞ്ഞിട്ടാണ് പാരീസിൽ പഠിക്കാൻ വരുന്നത്. പാരീസിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാപീഠമാണ് ഇക്കോൾ നോർമൽ സുപ്പീരിയർ എന്ന് പറയുന്നത്. അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ആദ്യത്തെ പരീക്ഷയിൽ അദ്ദേഹം തോറ്റു, 2ാമത്തെ പരീക്ഷയിൽ അദ്ദേഹം അഡ്മിഷന് കിട്ടി, അവിടെ പഠിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ ദാർശനിക ബൗദ്ധിക സബരിയ ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതീവ ക്ലേശകരമാണ് ദെറീദയുടെ പുസ്തകങ്ങളുടെ വായന എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് ഭാഷ പുറമേ നോക്കിയാൽ ലളിതമാണ്. ഫ്രഞ്ച് ഭാഷയുടെ സ്വഭാവം നമ്മൾ ഈ ജർമ്മൻ ഭാഷയിലും സംസ്കൃതത്തിലും സംസ്കൃതത്തിൽ നിന്ന് വന്ന ഇന്ത്യൻ ഭാഷകളിലും വാക്കുകൾ കൂട്ടിക്കൂട്ടി വെക്കുന്നത് പോലെ ഫ്രഞ്ച് ഭാഷയിൽ സാധിക്കില്ല. എല്ലാ വാക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വായിക്കുമ്പോൾ ഇത് നമുക്കറിയാവുന്ന വാക്കുകളാണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാവും അത്ര പെട്ടെന്നത് മനസ്സിലാവുകയില്ല എന്നുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ ഈ ഭാഷയെ പ്രത്യേകതയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ദുഷ്കരങ്ങളാണ്. 3-4 കാര്യങ്ങൾ നമുക്ക് ഒരു പാർശ്വവീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ രചനയിലേക്ക് നേരിട്ട് പ്രവേശനം കിട്ടുകയില്ല. നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെ ചുറ്റുപാടും നടക്കുക എന്നുള്ളതാണ്. ചുറ്റുപാടും നടക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ തൽക്കാലം നമുക്ക് സാധിക്കുകയുള്ളൂ. 3-4 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ചില അടിസ്ഥാനപരമായ അസംഷൻസ് ഉണ്ട് യൂറോപ്യൻ ബൗദ്ധികതയുടെ. ഒന്നാമത്തെ ഒരു സംഗതി, ഈ ആധുനിക പാശ്ചാത്യ ചിന്തകന്മാരെ നമുക്ക് ഒറ്റയ്ക്ക് എടുത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മുടെ മുൻ നടന്ന പ്രഭാഷണങ്ങളിൽ ഞാനത് ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ നടത്തിയെടുക്കാൻ സാധിക്കാത്ത വിധം ഒരു ശൃംഖലയിലാണ് അവര്. ഏതാണ്ട് കഴിഞ്ഞ 5 നൂറ്റാണ്ടുകളായിട്ട് 5 നൂറ്റാണ്ടുകളെ ആധുനിക പാശ്ചാത്യ നൂറ്റാണ്ടുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം.
ഈ പാശ്ചാത്യ ചിന്തകന്മാരെല്ലാവരും പരസ്പരം ഈ ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെയാണ്. ഒരാളെ തൊട്ടാൽ അടുത്തയാളിനെയും തൊടണം, അവിടെ തൊട്ടാൽ അതിനപ്പുറത്ത് തൊടണം. ഈ കണ്ണികളെല്ലാം ചേർന്നിട്ട് ഒരു മാല പോലെ ഒരു വൃത്തം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ സങ്കല്പ ചിത്രം. അപ്പം ഈ സാംസ്കാരിക വട്ടത്തിന്റെ പരിധിക്കുള്ളിൽ ഓരോന്നും മറ്റുള്ളവയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോ ദരിദ്രയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ അടുത്ത കണ്ണികളെല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും. അങ്ങനെ പഠിച്ച് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്ലേറ്റോയും അരിസ്റ്റോട്ടലും വരെ പോകേണ്ടി വരും. എഡ്മണ്ട് ഹുസൈഡിന്റെ ഫിനോമിനോളജി, ഹൈഡഗറിന്റെ അസ്തിത്വ ദർശനം, ഫ്രെഡറിക് സോസ്യൂറിന്റെ ഭാഷാശാസ്ത്രം, ഇമ്മാനുവേൽ ലെവിനാസിന്റെ ദാർശനിക നൈതിക വിചിന്തനം, ലെവിസ്ട്രോസിന്റെ ഘടനാവാദം, ഇതെല്ലാം തൊട്ട് അടുത്തുള്ള കണ്ണികളാണ്. ഈ കണ്ണികളെല്ലാം വിമർശനാദരപൂർവ്വം, ഞാൻ വെറും ആദരപൂർവ്വം എന്നല്ല പറയുന്നത്, വിമർശനത്തോടും ആദരത്തോടും കൂടി വലം വെച്ച് നീച്ചയും ഫ്രോയിഡും മാർക്സും പിന്നെ ഇമ്മാനുവൽ കാന്റും മറ്റും അടങ്ങിയ പൂർവ്വസൂരികളെ വന്നിച്ച് പിന്നെ അന്ധകാര യുഗങ്ങളുടെ നീണ്ട ഇടനാഴികളിലൂടെ കറങ്ങി അവസാനം പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ശ്രീകോവിലിൽ ചെല്ലണം. ഇതാണ് പാശ്ചാത്യ ചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാളിനെ കുറിച്ചോ ഒരാശയത്തെ കുറിച്ചോ അങ്ങനെ ഒറ്റപ്പെടുത്തി പഠിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് അല്പമെങ്കിലും അതേക്കുറിച്ച് വായിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് വ്യക്തമാകും. അപ്പൊ ഞാനൊരു പ്രദക്ഷിണത്തിന്റെ ചിത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇതൊരു വിഘ്ന പ്രദക്ഷിണമാണ്. യൂറോപ്പിലെ സാമാന്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും ഇത് വലിയ പ്രയാസമുള്ള ഒരു യാത്രയാണ്. പക്ഷേ ആ സംസ്കാരത്തിൽ ജനിച്ചു വളർന്നവർക്ക് ചില പൊട്ടും പൊടിയും ഒക്കെ കിട്ടും. ഇപ്പൊ നമുക്കിവിടെ അദ്വൈത വേദാന്തം എന്ന് പറയുന്നത് വളരെ അമൂർത്തമായ ചിന്തയിലേക്ക് പോയിരിക്കുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകൾക്കൊക്കെ പല വാക്കുകളൊക്കെ അതിൽ നിന്ന് അവർ സാധാരണ ഉപയോഗിക്കും. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കൊച്ചുകുട്ടികൾ കരയുമ്പോൾ നമ്മൾ പറയും കൊച്ചെ സിദ്ധാന്തം കുത്താന്ന് പറയും. സിദ്ധാന്തം കുത്താന്ന് പറയുന്ന ഈ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു അമ്മയാണ് കുഞ്ഞിനോട് പറയുന്നത് നീ ഒരു ചിത്താന്തമെന്നും സിദ്ധാന്തമെന്നും ഒക്കെ പറയും. അപ്പൊ ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇത് സിദ്ധാന്തമാണ്. ഇന്ത്യയിലെ ദാർശനിക സിദ്ധാന്തങ്ങളാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത വളരെ അമൂർത്തമായ സിദ്ധാന്തങ്ങളെയാണ് ഈ കൊച്ചിനോട് പറയുന്നത്. ഡോഗ്മാറ്റിക് ആകരുത്, ബലം പിടിക്കരുത് എന്നാണ് ഇതിനോട് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ യൂറോപ്യൻ ഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അവർക്കൊക്കെ അവരുടെ സാധാരണ സംഭാഷണത്തിൽ ഇങ്ങനെ വന്നുകൊള്ളു. അതുകൊണ്ട് യൂറോപ്യന്റെ സംസ്കാരത്തിൽ ജനിച്ചാൽ കുറേയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പരിചയമുണ്ടെന്നുള്ള ഒരു നാട്യമെങ്കിലും നമുക്കുണ്ടാവും എന്നുള്ളത് വാസ്തവം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ അഗമ്യമാണ്, അപ്രസക്തമാണ് എന്നുള്ള ചിന്ത വരാം. എങ്കിലും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ പാശ്ചാത്യ സംസ്കാരത്തെ മനസ്സിലാക്കാനും അതിലൂടെ ഇപ്പോഴത്തെ നമ്മുടെ ലോക ചിത്രത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാൻ നമ്മളൊരു ശ്രമം നടത്തുന്നത് നന്നായിരിക്കും എന്നുള്ള ഒരു എളിയ ചിന്ത മാത്രമാണ് ഇവിടെ ഉള്ളത്. 3-4 കാര്യങ്ങളില് ഒന്ന്, ഈ ദരിദ്രയെ മനസ്സിലാക്കാനായിട്ടുള്ള അടിസ്ഥാന ധാരണകളിലെ ഒന്ന്, യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട പഴയ കാലം മുതലുള്ള ചിന്തയാണ്. അതായത് സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യം മനസ്സിലാക്കുന്നതും എല്ലാവരും മനസ്സിലാക്കുന്നതും ഒരുപോലെ ആയിരിക്കണം. ആ സത്യത്തിന്റെ ആവിഷ്കാരത്തിന് ഒരേ രൂപമേ ഉള്ളൂ, യൂണിഫോമിറ്റിയാണ്. ഇതൊരു പഴയ യൂറോപ്യൻ ചിന്തയാണ്. ആ ചിന്തയെ ഏറ്റവും ബലമായിട്ട് പിടിച്ചു നിർത്തിയത് കത്തോലിക്ക സഭയാണ്, റോമൻ കത്തോലിക്ക. അതൊരു സഭയുണ്ട് അവിടെ. റോമൻ കത്തോലിക്ക സഭ എന്ന് പറയേണ്ട കാര്യമില്ല, ക്രിസ്തീയ സഭ, പാശ്ചാത്യ ക്രിസ്തീയ സഭ. അവരാണ് അത് പിടിച്ചു നിർത്തിയത്. അതിന്റെ അധികാര വ്യവസ്ഥ, അതിന്റെ ചിഹ്ന വ്യവസ്ഥ, അതിന്റെ ഭാഷ, ഇതെല്ലാം തന്നെ ഈ ഒരു സത്യം ഒരേ രൂപത്തിൽ എല്ലാവരും ആവിഷ്കരിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള ചിന്തയാണ്. ഇതേസമയത്ത് ഇന്ത്യയിൽ വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ ഏകം സത് എന്ന് പറയുന്നുണ്ട്, പക്ഷേ വിപ്ര ബഹുദാ വദന്തി എന്നും പറയുന്നുണ്ട്. സത്യം ഒന്നേ ഉള്ളെങ്കിലും അറിവുള്ളവർ അതിനെ പല വിധത്തിൽ മനസ്സിലാക്കുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെയും പ്രശ്നം ഉണ്ടായിരുന്നു. ഈ മനസ്സിലാക്കുന്നത് ആരാ? മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമേ ഉള്ളൂ. ബ്രാഹ്മണ പൗരോഹിത്യ വർഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാനുള്ള അവകാശമുള്ളൂ എന്നും കൂടെ പറയും. അപ്പോഴത്തേക്ക് ആ ഏകം വിപ്ര ബഹുദാവദന്തി എന്നുള്ളതിന്റെ ആശയം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഇവിടെ അങ്ങനെ ഒരു
ഒരു ബദൽ ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു സംഗതി, ഈ ഡെറിഡയുടെ കൃതികളിൽ വരുന്നത് ഈ ലോഗോസ് എന്നുള്ള പദമാണ്. ലോഗോസ് എന്ന ഗ്രീക്ക് വാക്കിനെ അതിൻ്റെ അർത്ഥം വാക്കെന്ന് സാധാരണ ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ ഗ്രീക്ക് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് ലോഗോസ് മീൻസ് വേർഡ് എന്നാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ അല്പം കൂടെ പഠിക്കും റീസൺ എന്നും അതിനർത്ഥമെന്ന്. അതുകൊണ്ട് തീർന്നു. ഞങ്ങളൊക്കെ അതുകൊണ്ട് പഠിത്തം അവസാനിപ്പിച്ച് സന്തോഷമായിട്ട് പോവുകയാണ്. പക്ഷെ ആരെങ്കിലും പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവും ഈ രണ്ട് വാക്കുകളിൽ അതിന്റെ അർത്ഥം ഒതുങ്ങുന്നില്ല. ലോഗോസ് എന്ന് പറഞ്ഞാല് ഭാഷയെന്നും പ്രബന്ധമെന്നും വാദമെന്നും കാര്യകാരണ ക്രമമെന്നും ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംഘടിപ്പിച്ച് നിർത്തുന്ന, ഒരുമിച്ച് നിർത്തുന്ന കോർഡിനേറ്റിംഗ് ഫോഴ്സാണ് ലോഗോസ്. അപ്പൊ അത് വെറും ഒരു വാക്കെന്ന് അല്ലെങ്കിൽ യുക്തി എന്നോ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യാഖ്യാനം വേണ്ടി വന്നപ്പോൾ നാലാമത്തെ സുവിശേഷം എഴുതിയ വിശുദ്ധ യോഹന്നാൻ ആദിയിൽ വാക്കുണ്ടായിരുന്നു, വാക്ക് ദൈവത്തോടു കൂടെയായിരുന്നു, വാക്ക് ദൈവമായിരുന്നു എന്ന് പറയുന്നത് വചനം എന്നും പറയും. അപ്പം ഈ വാക്കിന് അന്നത്തെ സാംസ്കാരിക ദുരിതാവസ്ഥയിൽ നൽകിയിരുന്ന ആഴമായ അർത്ഥം മനസ്സിലാക്കിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ വാക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് നമ്മൾ ശരിക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ സകലത്തെയും സംഘടിപ്പിക്കുകയും സകലത്തിനും ആധാരമായിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് വാക്ക്. ഇന്ത്യയിൽ ഇപ്പം അതിന് തത്തുല്യമായ ഒരു പദമുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതാണ്. ചിലർ പറയും ധർമ്മം. ധർമ്മം എല്ലാത്തിനെയും അപ്ഹോൾഡ് ചെയ്യുന്ന സംഘടിപ്പിക്കുന്ന ഒരു ശക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാൽ ലോഗോസ് എന്നുള്ളതിന് തത്തുല്യമായ ഒരാശയം ഇവിടെ കാണാനായിട്ട് പ്രയാസമാണ്. ഇത് അമൂർത്തമായ ഒരു ആശയമാണ് ഈ ലോഗോസ് എന്ന് പറയുന്നത്. അത് അദൃശ്യമാണ് ഈ ശക്തി. അങ്ങനെ അദൃശ്യമായ ആ ലോഗോസിന്റെ അല്ലെങ്കിൽ ആ വാക്കിന്റെ ശക്തിയെ മൂർത്തമായിട്ട് നമ്മുടെ ലോകത്തിൽ ആവിഷ്കരിക്കുന്നത് പ്രധാനമായും ഭാഷയിലൂടെയാണ്. അതായത് അർത്ഥപൂർണമായിട്ട് സംസാരിക്കാനുള്ള കഴിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഗ്രീക്ക് ദാർശനികന്മാരും അവരെ പിന്തുടർന്ന് ക്രൈസ്തവ ചിന്തകന്മാരും ആധുനിക ചിന്തകന്മാരും ഒക്കെ പറയുന്നുണ്ട്. ഇത് ഭാഷാശേഷിയാണ്. ഇംഗ്ലീഷിൽ പവർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോജിക്കൽ പവർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലോഗോസിൽ നിന്നാണ് ലോജിക് എന്നുള്ള വാക്ക് ഉണ്ടാകുന്നത്. അപ്പം ലോജിക്കൽ എന്ന് പറഞ്ഞാൽ ലോഗോസ് ഉള്ള അവസ്ഥയ്ക്കാണ് ലോജിക്കൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ യുക്തി എന്നൊക്കെ പറയും, അത് മനസ്സിലാക്കാതെ പറയുന്നതാണ്. ലോഗോസിനെ കുറിച്ചുള്ള പൂർണ്ണമായ അവബോധമുള്ള ആൾ സംസാരിക്കുമ്പോഴാണ് ആ ഭാഷ അർത്ഥപൂർണമാകുന്നത്. അപ്പോഴാണത് ലോജിക്കൽ ലാംഗ്വേജ്, ലോജിക്കൽ പവർ ആകുന്നത്. അപ്പം മനുഷ്യനെ തിര്യക്കുകളിൽ നിന്ന് മറ്റ് ജന്തുജാലങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന ഏക പ്രത്യേകത ഈ പവർ ഓഫ് സ്പീച്ചാണ്, ഭാഷയാണ്. അത് ഇന്ത്യയിലും അത് തന്നെയാണ്. നമ്മുടെ ഭാരത സംസ്കാരത്തിലും ഈ ഭാഷാശേഷി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ നോം ചോംസ്കിയെ കുറിച്ച് ഇവിടെ ചർച്ച നടന്നു. ചോംസ്കിയും എടുത്തു പറയുന്നത് ഈ ഫാക്കൽറ്റി ഓഫ് ലാംഗ്വേജ്, ഭാഷാശേഷി സഹജമാണ് എന്ന് അദ്ദേഹം തർക്കിക്കാവുന്ന വിഷയമാണ്. പല വിധത്തിൽ അതിനെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും ഈ ഭാഷാശേഷി അടിസ്ഥാനപരമാണ്, മൗലികമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഗ്രീക്കുകാരെ ഈ ഭാഷയ്ക്ക് കഴിവില്ലാത്ത മറ്റു മൃഗങ്ങളെല്ലാം കൂടെ അടച്ച ഒരു വാക്ക് ഉപയോഗിക്കുമായിരുന്നു. അതിന് ആ ലോഗോയ് എന്നാണ് പറയുന്നത്. ലോഗോസ് ഇല്ലാത്ത ജീവജാലങ്ങളെയാണ് ആ ലോഗോയ് എന്ന് പറയുന്നത്. മനുഷ്യന് ലോജിക്കലാണ്, ലോഗിക്കോസ്, ലോജിക്കലായിട്ടുള്ള ജീവിയാണ് എന്നും പറയും. അപ്പം ഈ ലോഗോസ് എന്നുള്ള വാക്കിന്റെ കാതലായ നിർണായകമായ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. അത് എത്രമാത്രം വിസ്തൃതിയും ശക്തിയുമുള്ള ഒരാശയമാണ് എന്നുള്ളത്. അപ്പം ആധുനിക ലോകത്തിൽ ഈ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള സകലത്തിന്റെയും ആണിക്കല്ലാണ് ലോഗോസ്. നമ്മുടെ ഇംഗ്ലീഷിൽ മോഡേണിറ്റി എന്ന് പറയുന്ന ആധുനികത, അതിന്റെ കേന്ദ്രം ലോഗോസാണ്. അതിൽ നിന്ന് ലോഗോസെൻട്രിസം എന്നൊരു വാക്കുമുണ്ടായിട്ടുണ്ട്.
ലോഗോസിനെ കേന്ദ്രമാക്കിയുള്ള വ്യവസ്ഥയാണ് ലോഗോസ് സെൻട്രിക് വ്യവസ്ഥ. ദെറീദ ശക്തിയായിട്ട് വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ലോഗോസ് കേന്ദ്രമാക്കിയുള്ള വ്യവസ്ഥയാണ്. ദെറീദ മാത്രമല്ല, പോസ്റ്റ് മോഡേൺ ചിന്താഗതിയിൽ വളരെയേറെ പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ പലരും ദെറീദയെ ഒരു വലിയ അതിന്റെ പ്രവാചകനായിട്ടും കരുതുന്നുണ്ട്. ലോഗോസ് കേന്ദ്രമാക്കിയാണ് ആധുനിക വ്യവസ്ഥ വന്നിരിക്കുന്നതെങ്കിൽ അതിനെതിരായിട്ട് പ്രതികരിക്കുന്നുണ്ട് ദെറീദയും അദ്ദേഹത്തെ പോലുള്ള മറ്റ് പല ആളുകളും. അതുകൊണ്ട് ഈ ലോഗോസെൻട്രിസം എന്നുള്ള വാക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കൂടെ കാണും. ഇതിനെ വിമർശിക്കുന്നതിലൂടെയാണ് അദ്ദേഹം ഈ വാക്കിനെ അഴിച്ചുവിടുന്നത്. കാരണം വാക്കിന് അപജയം സംഭവിച്ചു എന്നാണ്. മോഡേണിറ്റിയിൽ, ആധുനികതയിൽ വാക്കിന് അപജയം സംഭവിച്ചു. ആ വാക്കിന്റെ അപജയം ഇതാണ്. അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാതെ അതിനെ നമ്മളെപ്പോഴും ഇന്ത്യയിലെ പാരമ്പര്യം നോക്കുമ്പോൾ നമ്മൾ ധർമ്മക്കാരൻ എന്ന് പറയുന്നു, അല്ലേ? ധർമ്മക്കാരൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ധർമ്മക്കാരൻ എന്ന് പറയാം. തെണ്ടിയ ധർമ്മക്കാരൻ, അല്ലേ? അല്ലെങ്കിൽ പിച്ചക്കാരൻ എന്ന് പറയും, അതും തെണ്ടിയ. പക്ഷെ ധർമ്മം, ഭിക്ഷ, ഇത് രണ്ടും നമ്മുടെ ഹൈന്ദവ പാരമ്പര്യത്തിലും ബൗദ്ധ പാരമ്പര്യത്തിലുമുള്ള എത്ര മഹത്തായ പദങ്ങളാണ്. അതിനെയാണ് നമ്മൾ ഇങ്ങനെ അതിന് അപജയം സംഭവിപ്പിക്കുകയാണ്. എന്നിട്ട് ധർമ്മക്കാരന്റെയും പിച്ചക്കാരന്റെയും സ്വഭാവമാക്കി മാറ്റുക എന്ന് പറഞ്ഞതുപോലെ ഈ ലോഗോസിന് അപജയം സംഭവിച്ചു. അതുകൊണ്ടാണ് അതിന് ഡീകൺസ്ട്രക്ഷൻ, അതിന് അഴിച്ചുപണി വേണ്ടി വരുന്നതെന്നാണ് ദെറീദയുടെയും അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെയും ചിന്ത. എന്നത് വളരെ പൊതുവായിട്ട് പറയുക, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അല്ല പോകുന്നത്. ഒരു സാമാന്യവൽക്കരണം നടത്തുന്നുണ്ട് എന്നുള്ളതോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യന്റെ വിശേഷ ബുദ്ധിയായ ഭാഷ ഇങ്ങനെ ലോഗോസിന്റെ ആവിഷ്കാരമാണെങ്കിൽ ആ ഭാഷയ്ക്ക് തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിന് വാമൊഴിയുണ്ട്, വരമൊഴിയുണ്ട്. ഇപ്പൊ ചില പറയും തിരമൊഴിയുണ്ടെന്നാണ് പറയുന്നത്. അത് പലതരത്തിലുള്ള മൊഴി രൂപങ്ങൾ ഇനിയും നമ്മുടെ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ വാമൊഴിയും വരമൊഴിയും തമ്മിൽ ഒരു ഹയറാർക്കിയുണ്ട്. പ്ലേറ്റോ മുതൽ ഇപ്പോ വരെയും ഡെറീഡയുടെ കാലം വരെയും അതിനുശേഷവും ഒക്കെ പാശ്ചാത്യരുടെ മെറ്റാഫിസിക്സിൽ പ്രാധാന്യം കൊടുക്കുന്നത് വാമൊഴിക്കാണ്, സ്പീച്ചിനാണ്, റൈറ്റിങ്ങിനല്ല. കാരണം അമൂർത്തമായ ലോഗോസിനോട് അടുത്ത് നിൽക്കുന്നത് സ്പീച്ച്. ആദ്യമേ നമ്മളെ കുട്ടികളാരും എഴുതിയില്ല പഠിക്കുന്നത്, നമ്മളെല്ലാവരും ആദ്യം സംസാരിക്കുകയാണ്. സ്പീച്ചാണ് ആദ്യം വരുന്നത്. പിന്നെ 5 വയസ്സാകുമ്പോഴാണ് കുട്ടികളെ എഴുതുന്നത്. ചിലർ എഴുതുമായിരിക്കും, ചിലർ എഴുതാനും പോകുന്നില്ല. പക്ഷെ എഴുതാത്തവർക്കും ഈ പവർ ഓഫ് സ്പീച്ച് ഉണ്ട്. നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സംസാരിക്കാനും കഴിയും. അതുകൊണ്ട് ഒരു ഗ്രഡേഷൻ ഉണ്ട് പാശ്ചാത്യരുടെ മെറ്റാഫിസിക്സിൽ. ഈ ഓറൽ ട്രഡീഷൻ അല്ലെങ്കിൽ വാമൊഴി ആണ് രചനയേക്കാൾ, എഴുത്തിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. എഴുത്ത് കുറെ കൂടെ താഴെ. അരിസ്റ്റോട്ടിൽ പറയും ഈ ലോഗോസിന്റെ ഇമ്മീഡിയറ്റ് റിഫ്ലക്ഷനാണ് നമ്മുടെ സംസാരം. അതായത് നമ്മുടെ ചിന്തയാണ് ലോഗോസിന്റെ ഒരു നമുക്ക് കാണാൻ വയ്യാത്ത ഒരു ആവിഷ്കാരം. ആ ചിന്തയുടെ ആവിഷ്കാരമാണ് നമ്മുടെ വചനം, നമ്മുടെ സ്പീച്ച് എന്ന് പറയുന്നത്. അതിന്റെ ഒരു മടം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ രചന വരുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സ്രോതസ്സിൽ നിന്ന്, ലോഗോസിൽ നിന്ന് ഇത് മാറിപ്പോയിരിക്കുന്നു രചന എന്നുള്ളതാണ് ഇത് പറയുന്നത്. പക്ഷേ ദെറീഡ അതിനെ ചോദ്യം ചെയ്യുന്നത്. ദെറീഡ പറയുന്നത് അങ്ങനെ ഒരു വ്യത്യാസം വാസ്തവത്തിൽ ആവശ്യമില്ല. ഈ സ്പീച്ച് തന്നെ ഒരു രചനയാണ്. വളരെ ശരിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ ഉച്ചരിക്കുന്ന വാക്കിൽ ഏതെല്ലാം തരത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ടെക്സ്റ്റുകളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ദെറീദയുടെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, പാഠത്തിന് പുറത്തൊന്നുമില്ല. ദർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ദി ടെക്സ്റ്റ്. എല്ലാവർക്കും സാഹിത്യ സിദ്ധാന്തം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതറിയാം. ദർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ്. പക്ഷെ ആ വാചകം വളരെ ചെറിയ വാചകം, സിമ്പിൾ സെന്റൻസ് ആണ്. ഇനി അപ്പൊ അത് ഓർ ടെക്സ്റ്റ് എന്ന് ഫ്രഞ്ചിൽ പറയും. ഈ ഞാനത് വേറൊരു തരത്തിലാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഫ്രഞ്ചുകാരുടെ ഒരു ഭക്ഷണത്തില് പ്രധാനപ്പെട്ട കോഴ്സ് വരുന്നതിന് മുൻപ്
2 3 വലിയ ഡിന്നറൊക്കെയാണ് 3 4 ആദ്യം ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും. പിന്നെയാണ് പ്രധാനപ്പെട്ട കോഴ്സ് വരുന്നത്. ഈ ആദ്യത്തെ ഈ ചെറിയ കോഴ്സുകൾ ഒത്തിരി ഹെവി ആയിട്ടൊന്നും വളരെ ചെറിയ സംഗതികളായിരിക്കും. അതിനെല്ലാം കൂടി അവര് ഓർ ദേവർ എന്നാണ് പറയുന്നത് ഫ്രഞ്ചിൽ. ഓർ ദേവർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദി വർക്ക് എന്നാ ലിറ്ററലായിട്ട് ആ വാക്കിന്റെ അർത്ഥം. പക്ഷെ എവർ എന്നുള്ള വാക്കിന് വർക്ക് എന്നുണ്ട്, പുസ്തകത്തിന് എവർ എന്ന് പറയാം, നമ്മുടെ ഒരു പ്രോജക്റ്റിന് എവർ എന്ന് പറയാം. അങ്ങനെ വലിയൊരു അർത്ഥം എവറിനുണ്ട്. അപ്പൊ ഓർ ദേവർ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കൃതിക്ക്, പ്രധാനപ്പെട്ട ജോലിക്ക് പുറത്തുള്ളതാണ് ഓർ ദേവർ. ഒരുപക്ഷെ അതൊന്നും ഇവിടെ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഫ്രഞ്ചുകാരനായതുകൊണ്ട് അതും അദ്ദേഹത്തിന്റെ മനസ്സിൽ ധ്വനിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. അദ്ദേഹം പറയുന്നത് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ്, എല്ലാം ടെക്സ്റ്റാണ്. ഈ പുസ്തകത്തിലുള്ളത് മാത്രം ആണ് ടെക്സ്റ്റ് എന്ന് വിചാരിക്കേണ്ട. സ്പീച്ചും ടെക്സ്റ്റാണ്, എൻ്റെ ആംഗ്യങ്ങൾ ടെക്സ്റ്റാണ്, എൻ്റെ ഈ നില തന്നെ ഒരു ടെക്സ്റ്റാണ്. അതുകൊണ്ട് ടെക്സ്റ്റിന് പുറത്തൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നത് ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ വേറൊരു വശം കൂടെ പറയണം. 1000 വർഷങ്ങൾ, 800 വർഷങ്ങളൊന്നും എത്തിക്കൂ ആയിട്ട് ഈ ടെക്സ്റ്റുമായിട്ടൊരു മൽപ്പിടുത്തം യൂറോപ്യൻ സംസ്കാരത്തിലുണ്ട്. ഇവിടെ അത് ഇവിടെ ഉണ്ട്, പക്ഷെ അത് വേറൊരു തരത്തിലാണ്. ഞാനത് പറയുന്നത് അവിടെ ഒരു ക്ലിയർ ഒരു ലീനിയർ ഹിസ്റ്റോറിക്കൽ ലൈൻ അവർക്കുണ്ട്. അതിൻ്റെ ഈ സീക്വൻസ് നമുക്ക് മനസ്സിലാവും. അതിന്റെ തുടക്കം ഈ സ്കോളാസ്റ്റിക് യുഗം എന്ന് പാശ്ചാത്യര് പറയുന്ന 13ാം നൂറ്റാണ്ട് മുതൽ, അത് 12 13 നൂറ്റാണ്ട് മുതലാണ്. അപ്പോഴാണ് പ്രശസ്തനായ വേദശാസ്ത്രജ്ഞൻ തോമസ് അക്വിനാസ്, അദ്ദേഹത്തെ പോലെ വേറെ കുറെ പേരുടെ ഉണ്ട്. അവരെയാണ് സ്കൂൾമെൻ എന്ന് വിളിക്കുന്നത്. അവരാണ് ആദ്യമേ ഈ പാഠം പഠിക്കാനും പഠിപ്പിക്കാനും തുടങ്ങുന്നത്. പാഠം അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് അവിടെ പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ബൈബിളിലെ വാക്യങ്ങളാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ബിബ്ലിക്കൽ വേഴ്സസ് ആണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും നവീകരണ പാരമ്പര്യത്തിൽപ്പെട്ട സഭകളില് പള്ളിയിൽ ബൈബിൾ വായിക്കുമ്പോഴേ പാഠം ഇവിടെ അവസാനിക്കുന്നു എന്നല്ലേ പറയുന്നത്. പാഠം എന്ന് പറയുന്നത്, പാഠം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഈസ് ദി ബിബ്ലിക്കൽ ടെക്സ്റ്റ്. അപ്പൊ ഇവരെ ഈ പാഠം പഠിക്കും. പാഠം പഠിക്കുന്നതിന് ഒരു രീതിയുണ്ട്. പാഠം ആദ്യമേ വായന, സ്വാഭാവികമായിട്ടും ലെക്സിയോ. വായിച്ചു കഴിഞ്ഞാൽ ഇത് അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ഇരുന്നിട്ടാണ്. വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യോ, ചോദ്യങ്ങളാണ്, ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്യൂട്ടാറ്റ്സിയോ, ചർച്ചയാണ്, ഡിബേറ്റ് ആണ്. അപ്പം ലെക്സിയോ, ക്വസ്റ്റ്യോ, ഡിസ്പ്യൂട്ടാറ്റ്സിയോ, ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് അർത്ഥം ഉരുത്തിരിക്കുന്നത്. അത് ബൈബിളിലെ ഒരു വാക്യത്തിന്റെ, ഒരു പാസേജിന്റെ അർത്ഥം ഉരുത്തിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഇത് പിന്നീട് സെക്യുലർ വേൾഡിലും ഇതിന്റെ മെത്തേഡ് തന്നെ വരുന്നത്. കാരണം ഇവരാ യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചത്. ഈ ചർച്ചകളാണ്, ഈ സ്കൂൾമെന്റെ ചർച്ചകളാണ് യഥാർത്ഥത്തില് പാരീസിലും ലുവൈനിലും ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഉപ്സാലയിലും ഒക്കെ യൂണിവേഴ്സിറ്റികൾ, മെഡീവൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാനായിട്ട് കാരണം ആദ്യത്തെ ഫാക്കൽറ്റി തിയോളജി ഫാക്കൽറ്റിയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പോയി. എൻലൈറ്റൻമെന്റും ഒക്കെ വന്നപ്പോൾ, സെക്യുലറൈസേഷൻ വന്നപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും അവരെ പുറത്തായി. എങ്കിലും ഈ മെത്തേഡ് ഇത് തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷന് ഈ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ദെറിദ ഒരു തിയോളജിയൻ എന്നുള്ള നിലയ്ക്കല്ല ഇവിടെ വരുന്നതെങ്കിലും അദ്ദേഹവും ടെക്സ്റ്റ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വായനയും പുനർവായനയും ചോദ്യങ്ങളും ചർച്ചകളും ഡിസ്പ്യൂട്ടേഷനും ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെയുള്ള ഒരു സംഗതി, ഈ ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള ടെക്സ്റ്റായിട്ട് മാത്രം കണക്കാക്കരുത്. പാശ്ചാത്യ സംസ്കാരത്തെ മുഴുവൻ ഒരു ടെക്സ്റ്റായിട്ട്, അപ്പൊ ടെക്സ്റ്റ് എന്നത് മെറ്റഫർ, അത് രൂപക അലങ്കാരമാണ്. ഹോൾ യൂറോപ്യൻ സിവിലൈസേഷൻ ക്യാൻ ബി എ ടെക്സ്റ്റ്. അപ്പം ദരിദ്രയുടെ പല അവസരങ്ങളിലും ദരിദ്ര അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഡീകൺസ്ട്രക്ഷൻ നടത്തുന്നത് ഒരു ടെക്സ്റ്റിനെ മാത്രമല്ല, യൂറോപ്പിന്റെ സംസ്കാരത്തെ അതിന്റെ ആകത്തുകയിൽ അതിന്റെ ബൗദ്ധിക സന്നാഹങ്ങളെ, അതിന്റെ ആധ്യാത്മിക വേരുകളെ എല്ലാം കൂടി ഒരുമിച്ച് കണക്കിലെടുത്തിട്ട് അതിനെ അഴിച്ചു പണിയുന്ന, അല്ലെ അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെ ഈ ഡീകൺസ്ട്രക്ഷനിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഈ എന്താണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് അദ്ദേഹത്തോടെ പലരും ചോദിക്കും, പ്രത്യേകിച്ച് അമേരിക്കക്കാർ ചോദിക്കും.
എന്താ ഡീകൺസ്ട്രക്ഷൻ കൂടെ ചോദിക്കും. അവർക്ക് യാതൊരു ഇൻഹിബിഷനും ഇല്ല. ഫ്രാൻസിൽ ഇങ്ങനെ അധികം ചോദ്യം ആരും ചോദിക്കുകയില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ എംബാരസ്മെന്റ്, ഇതിന് മറുപടി പറയാനായിട്ട് ഒന്നുമില്ല. പോസിറ്റീവായിട്ട് അദ്ദേഹം ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. കാരണം ഡെഫിനിഷൻ കൊടുക്കരുതെന്നുള്ളതാണ് അപനിർമ്മാണത്തിന്റെ പോസ്റ്റ് മോഡേണിസ്റ്റിന്റെ ഒരു പ്രത്യേകത തന്നെ. ഡെഫിനേഷൻ കൊടുത്താൽ അവിടെ അവസാനിക്കുകയല്ല. അതേസമയം തന്നെ മോഡേണിറ്റിയിൽ നമ്മൾ സയൻസ് ഒക്കെ പഠിക്കുമ്പോഴും, സയൻസ് അല്ല എക്കണോമിക്സും സോഷ്യോളജിയും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ എല്ലാം ഡെഫിനേഷൻസ് പിള്ളേർ കാണാപ്പാടം പഠിക്കുന്നുണ്ട്. അത് 50 വർഷമായാലും നമ്മുടെ ഡെഫിനേഷൻ ഇപ്പോഴും ക്ലാസ് മുറികളിൽ. കഴിഞ്ഞ ദിവസം പ്രൊഫസർ MA ഉമ്മൻ ഒരു ഉദാഹരണം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേപ്പറിലെ 50 വർഷം മുമ്പ് അദ്ദേഹം പഠിച്ച സമയത്ത് എക്കണോമിക്സിന് കൊടുത്ത ഒരു ഡെഫിനേഷൻ ഈ അടുത്ത കാലത്തും കോളേജ് അധ്യാപകരുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചപ്പോൾ അവരത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി എന്ന് അദ്ദേഹം പിന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ അപനിർമ്മാണം എന്താണ്, ഡീകൺസ്ട്രക്ഷൻ എന്താണെന്നൊരു ഡെഫിനേഷൻ അദ്ദേഹം കൊടുക്കുന്നില്ല. പക്ഷേ ശക്തിയായിട്ട് ചോദിച്ചാൽ അദ്ദേഹം എന്തല്ല എന്ന് പറഞ്ഞു തുടങ്ങും. എന്തല്ല ഇതെന്നുള്ളത്. അപ്പോൾ ചെറിയ ആളുകൾ ഇതിനെ ഒരു സൈക്കോ അനാലിസിസിന്റെ, ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസിന്റെ ഒരു തലത്തിൽ ചിന്തിക്കുന്നുണ്ട്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സ് പോലെ അതിനൊരു ബോധ മനസ്സുണ്ട്, അതിന് ഉപബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്. കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ലെവൽസ് ഓഫ് മൈൻഡ് ഉണ്ട് ഓരോ ടെക്സ്റ്റിനും. അപ്പം ബോധതലത്തിൽ ഇപ്പം ഞാൻ എഴുതുന്ന ഒരു ടെക്സ്റ്റ് എൻ്റെ ബോധതലത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ചിലപ്പോൾ എൻ്റെ സബ് കോൺഷ്യസ് ലെവലിലും അൺകോൺഷ്യസ് ലെവലിലും കാണും. അപ്പൊ ഈ ടെക്സ്റ്റിലെ വിശകലനം ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ അനാവരണം ചെയ്യുകയാണ്, പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതൊരു ഡീകൺസ്ട്രക്ഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതിയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അപ്പം പുതിയ അർത്ഥങ്ങൾ ഉരുത്തിരിയും. കാരണം നമുക്ക് മുൻപ് നമ്മളാരും ചിന്തിക്കാത്ത രീതിയിലുള്ള അർത്ഥങ്ങളും അതിലുള്ള വൈരുദ്ധ്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരും. ഇവിടെ വേറൊരു സങ്കല്പം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോറിയ എന്നൊരു പദം ഡെറിഡ കൂടെ ഉപയോഗിക്കുന്നതാണ്. അപ്പോറിയ ഈ ഗ്രീക്ക് വാക്ക്. അത് ഈ ഗ്രീക്ക് ദാർശനികന്മാരും അവരെ തുടർന്ന് പിന്നെ പൗരസ്ത്യ ക്രിസ്തീയ ദാർശനികന്മാർ, അത് ഓഗസ്റ്റിന് ഗ്രീക്ക് അറിഞ്ഞുകൂടാതെ, സെന്റ് ഓഗസ്റ്റിന് ഗ്രീക്ക് അറിഞ്ഞുകൂടാതെ, അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അത് ആ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഗ്രീക്ക് പാരമ്പര്യത്തിൽപ്പെട്ട പൗരസ്ത്യ ക്രിസ്തീയ കഥാശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് അപ്പോറിയ. ഈ അപ്പോറിയ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകാനാവാത്ത ഒരു ചോദ്യം, ഒരു സമസ്യയാണ്, ഒരു പ്രഹേളികയാണ്. പൊറോസ് എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ ഒരു പാസേജാണ്. ആ പൊറോസ് എന്ന് പറഞ്ഞാൽ പാസേജ് ഇല്ല, അടഞ്ഞ വഴി. അപ്പം വഴി അടഞ്ഞു, ഗതിമുട്ടി എന്നുള്ളത് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു അഴിയാക്കുരുക്കെന്നോ അല്ലെങ്കിൽ കടുംകെട്ടെന്നോ പറയാം. എല്ലാ ടെക്സ്റ്റിലും ഇങ്ങനെയുള്ള കടുംകെട്ടുകൾ കാണും, ഇങ്ങനെയുള്ള വഴി മുട്ടിക്കുന്ന സംഗതികൾ കാണും. അതിനെ പലപ്പോഴും നമ്മൾ ഭാഷയിൽ അധികം പേരും അതിനോട് അടുക്കുകയില്ല, അതിനെ ചുറ്റുവടഞ്ഞൊക്കെ അങ്ങ് പോകും. പക്ഷെ അതിനോടടുത്തെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങള് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം ഞാൻ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ 15 മിനിറ്റ് പ്രസംഗിച്ചാൽ 10 പ്രാവശ്യമെങ്കിലും ദൈവം എന്ന് പറയും. ആ ദൈവം എന്ന് പറയുന്നത് എന്താണെന്ന് എന്നോട് 2 പ്രാവശ്യം ചോദിച്ചാൽ ഞാൻ കുഴയും. ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, അത് വ്യാഖ്യാനിക്കാമോ, അത് നിർവചിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ വിഷമിക്കും. അങ്ങനെ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവസാനം ഞാൻ പൂർണ്ണമായിട്ടും മൗനം അവലംബിക്കേണ്ടി വരും. കാരണം ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ സങ്കല്പങ്ങളും എല്ലാ ചിന്തകളും മൗനത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ അതിന് ചുറ്റുപാടും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അപ്രസക്തമായി തീരും. ഇതൊരു അപ്പോറിയയാണ്. ഞാനതൊരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ പാഠത്തിനുള്ളിൽ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളും ബന്ധങ്ങളും ബന്ധമില്ലായ്മയും വ്യംഗ്യങ്ങളും ഹാസ്യവും ഒക്കെ മറഞ്ഞു കിടപ്പുണ്ട്. ഇതൊക്കെ വെളിപ്പെടുത്താനായിട്ട് ഈ അപനിർമ്മാണ രീതി ഉപയോഗിക്കാം എന്നും ഡെറീദ കരുതുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഈ ഇതിൻ്റെ അകത്തെല്ലാം ഒത്തിരി ദ്വന്ദ്ങ്ങളുണ്ട്. അതായത് ഇംഗ്ലീഷിൽ ബൈനറീസ് എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ കറുപ്പ് വെളുപ്പ്, രാത്രി പകൽ,
അല്ലെങ്കിൽ നന്മ തിന്മ, അല്ലെങ്കിൽ ശുദ്ധം മ്ലേച്ഛം, ലളിതം സങ്കീർണം, ഇതൊക്കെയാണ് ഇതെപ്പോഴും ഒരുമിച്ച് വരുന്നതാണ്. അത് എല്ലാ ടെക്സ്റ്റിലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതിനെ നമ്മൾ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ മനസ്സിലാകും അതിൻ്റെ അകത്ത് ഒരു ശ്രേണിയുണ്ട്, ഒരു ഹൈറാർക്കിയുണ്ട്. ഇപ്പം സ്ത്രീ പുരുഷൻ എന്നുള്ളതും നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ആളുകളും മനസ്സിൽ കരുതുന്നതെന്നറിയാമോ, പുരുഷൻ എന്നുള്ള രണ്ടാമതാണ് വരുന്നതെങ്കിലും സ്ഥാനം പുരുഷനാണ്. പുരുഷൻ എന്നുള്ള വാക്കിനാണ് കൂടുതൽ ഘനമുള്ളത്. അതുകൊണ്ട് സ്ത്രീക്ക് അത്രയും സ്ഥാനം അവിടെ ഇല്ല. കാരണം പേട്രിയാർക്കൽ സൊസൈറ്റി അല്ല, ഫെമിനിസ്റ്റ് വിമർശനത്തിലൊക്കെ ധാരാളം വരും. സ്ത്രീ പുരുഷന്മാരെന്ന് പറയുമെങ്കിലും കൂടുതൽ അങ്ങോട്ട് ആഴത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും മനസ്സിലാവും ഈ പുരുഷന്മാർക്കാണ് ഈ പറയുന്നതാണ് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്. അത് ഇൻബിൽറ്റ് ആണ്, അയാൾ അറിയുന്നില്ല. ഞാനിപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കാതെ തന്നെ ആ പരമ്പരാഗതമായ വിവേചനം, സ്ത്രീകളോടുള്ള വിവേചനം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒത്തിരി ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളെ, ആന്തരിക വൈരുദ്ധ്യങ്ങളെ വെളിപ്പെടുത്താനും അതിനെ വിമർശിക്കാനുമുള്ള അവസരം കൂടിയാണ് അപനിർമ്മാണം എന്ന് പറയുന്നത്. അപ്പം ഈ ടെക്സ്റ്റിന്റെ അർത്ഥം മുഴുവൻ മാറും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഓറിയന്റേഷൻ അതിനെ മാറിയിട്ട് അതിനെ നമ്മൾ വലിച്ചു പൊളിക്കുക ഒരു വിധത്തിൽ പറഞ്ഞാൽ, എന്നിട്ട് ഒരു പുതിയ ഓർഡർ നമ്മൾ നിർദ്ദേശിക്കുക. ഇങ്ങനെ സ്ത്രീ പുരുഷന്മാരെന്ന് പറയുമ്പോൾ സ്ത്രീക്ക് സമത്വമുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ ചില വ്യാഖ്യാനങ്ങളിൽ സ്ത്രീക്കാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളതെന്നോ ഒക്കെയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകാം. ഒരു നല്ല ഉദാഹരണമാണ് അദ്ദേഹം തന്നെ ഈ ഫ്രഞ്ചുകാരുടെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് HOTE. അത് ഉച്ചരിക്കുന്ന ഓത്ത് എന്നാണ്. ഓത്ത്, HOTE. ഓയുടെ മുകളിൽ ഒരു ചെറിയ ഓത്ത് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഭാഷയിൽ ഹോസ്റ്റ് എന്നുമാകാം, ഗസ്റ്റ് എന്നുമാകാം, അതിഥിയുമാകാം, ആതിഥേയനുമാകാം. അതിന്റെ എറ്റിമോളജി നോക്കിയാൽ ലത്തീൻ ഭാഷയിൽ ഹോസ്റ്റിസ് എന്നുള്ള വാക്കിന് എനിമി എന്നും അർത്ഥമാണ്, ശത്രു എന്നും അർത്ഥമാണ്. അപ്പൊ ഒരു ടെക്സ്റ്റിൽ ഒരാള് ബോത്ത് എന്ന് ഉപയോഗിക്കുമ്പം ഈ ധ്വനികളെല്ലാം തന്നെ അറിഞ്ഞോ അറിയാതെയോ വരും. അതിഥിയാണ്, ആതിഥേയനാണ്. അപ്പൊ അവിടെ സ്വീകരണമുണ്ട്, അത് ശത്രുവാണ്, ഹോസ്റ്റിസാണ്, തിരസ്കാരമുണ്ട്. അപ്പം സ്നേഹവും സൗഹൃദവും സ്വീകരണവും തിരസ്കാരവും എല്ലാം തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട് ഈ വാക്കില്. അപ്പൊ ഏത് കോണ്ടക്സ്റ്റിലാണോ അതിനോട് ബന്ധപ്പെടുത്തുന്നത് അതനുസരിച്ച് അതിന്റെ അർത്ഥം മാറി മാറി വരും. അപ്പൊ ചുരുക്കത്തിൽ ചെറുതായിട്ടൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു വാക്കിനും അതിൽ തന്നെ അർത്ഥമില്ല. അത് നമ്മൾ വീണ്ടും ഒരു ഉദാഹരണം കൂടെ സൂചിപ്പിക്കാം. ഈ അർത്ഥം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ഉരുത്തിരിയുന്ന ഒരു സംഗതിയാണ്. നിശ്ചിതമായ, നിർവചനീയമായ, പ്രവചനീയമായ ഒരു അർത്ഥം ഒന്നിനും ഇല്ല എന്ന് അദ്ദേഹം പറയും. ഇത് എനിക്കൊരു വ്യക്തിപരമായ അനുഭവം കൂടെ പറയാം. ഈ ആദ്യം ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ ഒരു ബോർഡുണ്ട്. അതിന്റെ ഡൈനിങ് ഹാളിന് മുമ്പിൽ ഒരു ബോർഡുണ്ട്. ആ ബോർഡില് പഠിക്കുന്ന സമയത്തൊക്കെ ഒരു നമ്മള് 3 നേരം കഴിക്കുന്നത് അവിടെ ഒരു ടിക്കറ്റ് കൊണ്ട് മാർക്ക് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അപ്പം പുറത്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അവിടെ ആബ്സെൻസ് മാർക്ക് ചെയ്തിട്ട് പോകണം. ഉണ്ടെങ്കിൽ 3 വെക്കണം. ഇതിന്റെ അവസാനം ഒരു കോളമുണ്ട്, ഓത്ത് എന്നാണ് മുകളിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഞാൻ ഈ ആദ്യം ഫ്രഞ്ച് പഠിച്ച സമയത്ത് ഇംഗ്ലീഷുമായിട്ടുള്ള അതിന്റെ ബന്ധം കൂടെ നമ്മൾ സ്വാഭാവികമായിട്ടും കണക്കിലെടുക്കില്ല. അപ്പൊ ഞാൻ ഇതിന്റെ അർത്ഥം ഹോസ്റ്റ് എന്നാണ് മനസ്സിലാക്കി. ഓത്ത് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് എന്നാണ് മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ കൂട്ടുകാരായ ഫ്രഞ്ചുകാർ പലരും അവിടെ ഇവിടെയൊക്കെ പലപ്പോഴും ഈ ഓത്തിന്റെ അവിടെ ഇങ്ങനെ ചുവന്ന ടിക്കറ്റ് വെച്ചിട്ട് പോകുന്നത് എനിക്കിതൊരിക്കലും മനസ്സിലായിട്ടില്ല, എന്താ അവരിങ്ങനെ ചെയ്യുന്നുള്ളൂ. അവസാനം പൂർത്തിയില്ലാവുന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന്റെ അർത്ഥം ഗസ്റ്റ് എന്നുകൂടിയാണ്, ഹോസ്റ്റ് മാത്രമല്ല, ഓത്ത് എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് എന്നും അർത്ഥമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അതിഥിയാണോ ആതിഥേയനാണോ ഒരു വാക്കിൽ രണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഫ്രഞ്ചുകാരുടെ സാധാരണ ഭാഷയിൽ അവർ ഓത്തെന്ന് ഉപയോഗിക്കാറില്ല ക്ഷണിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച്. അവര് ലാംബിത്തെ ക്ഷണിക്കപ്പെട്ടവൻ, ക്ഷണിക്കപ്പെട്ടവൾ എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ആതിഥേയനും ക്ഷണിക്കപ്പെട്ടവരും അതൊരു സാധാരണ വാക്കാണ്. പക്ഷേ നല്ല ഫ്രഞ്ചിൽ, ക്ലാസിക്കൽ ഫ്രഞ്ചിൽ എപ്പോഴും ഓത്ത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വരും, അങ്ങനെ ഉപയോഗിക്കുകയും വേണമെന്നുള്ളതാണ് അതിൻ്റെത്. അപ്പോൾ ഈ വാക്കിന്റെ സന്ദിഗ്ധത കാണിക്കാൻ വേണ്ടി, അതിന്റെ ആംബിഗ്വിറ്റിയും അതിന്റെ ഇൻഡിസൈസീവ്നെസ് കാണിക്കാൻ വേണ്ടിയാണ് ഉദാഹരണം പറയുന്നത്. അപ്പൊ ഓത്ത് എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് അതിൽ തന്നെ അർത്ഥം പൂർണ്ണമായി എന്നൊരിക്കലും വരുന്നില്ല. അർത്ഥം നിരന്തരമായിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്.
വേറൊരു കോൺസെപ്റ്റാണ് അതും ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. സാഹിത്യ വിദ്യാർത്ഥികളുടെ ഒരു ലക്ഷ്യം പഠിക്കുന്നതായിരിക്കും. അതും ഈ ഫ്രഞ്ച് ഭാഷയുടെ ഒരു ചെറിയ കളിയാണ്. ഫ്രഞ്ചിൽ ഇംഗ്ലീഷിലെ പോലെ തന്നെ ഡിഫറൻസ് എന്ന് വാക്കുണ്ട്. അർത്ഥം അത് തന്നെയാണ്, ഡിഫറൻസ്. ഉച്ചാരണ വ്യത്യാസമുണ്ട്, ഡിഫറൻസ് എന്നാണ് ഉച്ചരിക്കുന്നത്. പക്ഷേ ഡെറീദ ഒരു പുതിയ വാക്കുണ്ടാക്കി. ഡിഫറൻസ് എന്ന പകരം അവസാനത്തെ ENCE ആണ്. അദ്ദേഹം ആ വാക്ക് മാറ്റിയിട്ട് പുതിയൊരു വാക്കുകൂടെ ഉണ്ടാക്കി, അവസാനം ANC എന്നിടും. അപ്പം ഫ്രഞ്ചിൽ ഉച്ചരിക്കുകയാണെങ്കിൽ ഡിഫറൻസ് ഡിഫറൻസ് നിങ്ങൾക്കത് മനസ്സിലാകുകയില്ല, ആർക്കും മനസ്സിലാകുകയില്ല. അതുപോലെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആ വ്യത്യാസം മനസ്സിലാക്കും. ഇയുടെയും എയുടെയും വ്യത്യാസമാണ്. ഉച്ചാരണത്തിൽ ഒരുപോലെ ഇരിക്കും, പക്ഷെ എഴുതുമ്പോഴേ വ്യത്യാസമുണ്ട്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഈ ഡിഫറൻസ് വെച്ചുകൊണ്ട്. ഇപ്പം വീട് എന്ന് ഞാൻ പറയും, ഞാൻ ഒരു നിലയിൽ 4 മുറികളുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ പറയും. എൻ്റെ അടുത്ത് ഒരു ഓലപ്പുരയിൽ ഒരു മുറി മാത്രമുള്ള ഒരാൾ താമസിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് 3 നിലയിൽ ഒരാൾ വീട് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒരു വലിയ ബിസിനസ് 24 നിലയിൽ വീടും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വീടാണ്. അപ്പൊ വീട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അർത്ഥം ഇല്ലെന്ന്, അതിൻ്റെതായ അർത്ഥം അതിനില്ല. ഇതെല്ലാം വീടാണ്. പക്ഷേ ഓലപ്പുരയിൽ താമസിക്കുന്ന ആളിനെ സംബന്ധിച്ചും അത് വീടാണ്. തെരുവോരത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് വെച്ച് കെട്ടി അവിടെ ദിവസവും രാത്രി കിടന്നവരെ ആളെ സംബന്ധിച്ച് അത് വീടാണ്. അപ്പൊ വീടിന് അതിൻ്റെതായ അർത്ഥം അതില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ക്രിയയിലും വരുന്നത്. ഭാഷയിലെ ക്രിയകളിൽ ഈ നടപ്പും ഓട്ടവും തമ്മിൽ എപ്പോഴാണ് നടപ്പ് ഓട്ടമാവുന്ന? എപ്പോഴാണ് നമ്മൾ നടക്കുന്നു എന്ന് പറയുന്നത്? എല്ലാവരും സ്പീഡിൽ നടക്കുക എന്ന് പറയും അല്ലേ? വേറെ അല്ല, സ്പീഡിൽ നടക്കില്ല, ഓടുകയാണെന്ന് പറയും. പക്ഷേ നടപ്പ് ഓട്ടവും തമ്മിൽ ആ ക്രിയ ട്രാൻസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. ഭൂതകാലവും വർത്തമാനകാലം, ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്തിലാണെന്നാണ് നമ്മുടെ സങ്കല്പം അല്ലേ? പക്ഷെ അത് ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ അത് ഭൂതകാലമായി കഴിഞ്ഞു. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിഞ്ഞുകൂടാ. ഈ നിഘണ്ടുവില് നിങ്ങളൊരു വാക്ക് നോക്കുന്നത്, വ്യോമം എന്നുള്ള വാക്ക് അർത്ഥം നോക്കുകയാണ്. അർത്ഥം നോക്കുമ്പോൾ അവിടെ പറയുന്നത് ഗഗനം എന്നാണ് പറയുന്നത്. അപ്പൊ ഗഗനത്തിന്റെ അർത്ഥം നിങ്ങൾ നോക്കുമ്പോൾ അവിടെ നഭസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നഭസ് എന്ന് നോക്കുമ്പോൾ വിഹായസ് എന്നാണ് അർത്ഥം കൊടുക്കുന്നത്. വിഷമിച്ചു പോകും. അപ്പം ഇതിങ്ങനെ നോക്കി നോക്കി ഡിക്ഷണറി മുഴുവൻ തപ്പിയാലും നിങ്ങൾക്ക് ചിലതിങ്ങനെ തിരിച്ചു വരും അങ്ങോട്ട്. ഡിക്ഷണറി മുഴുവൻ നോക്കിയാലും ചില വാക്കുകളുടെ അർത്ഥം കിട്ടുകയില്ല. പിന്നെ ആകാശം എന്നൊരു വാക്ക് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഉടനെ അയാൾ വിചാരിക്കും ഈ കാണുന്നതാണ് ആകാശം എന്ന് പറയും. പക്ഷെ അത് ഇന്ത്യയിലെ ഒരു ദർശനികനോട്, തത്വചിന്തകനോട് പറഞ്ഞാൽ അയാളെ കളിയാക്കും. കാരണം ആകാശം ഈ കാണുന്നത് മാത്രമല്ല, കുടത്തിലുമുണ്ട് ആകാശം, ഘടാകാശമുണ്ട്. കുടത്തിന്റെ അകത്തുള്ള സ്പേസിന് ഘടാകാശം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ചിന്തയെ ഏതെങ്കിലും ഒരു പരിചിതമായ ചിത്രത്തിൽ ഒതുക്കി നിർത്താനായിട്ട് സാധിക്കുകയില്ല. അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെ നിരന്തരം ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്നാണ് ഡെറിഡ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഈ വേറെ ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് അത് നിർത്തിക്കൊള്ളാം. പൂച്ച എന്ന് പറയുന്നു. പൂച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരും, പൂച്ച. പക്ഷെ അതുകൊണ്ട് പൂർത്തിയായി. ഡിഫറൻസ് എന്ന് പറയുന്നത് വ്യക്തിയാണ്. പൂച്ച പശുവല്ല, പൂച്ച പട്ടിയല്ല, പൂച്ച കാക്കയല്ല, പൂച്ച കാക്കാത്തിയല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതാണ് ഡിഫറൻസ്. ഇംഗ്ലീഷിലെ പോലെ ഡിഫറൻസ്. പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്നത് വേറൊന്നാണ്. ഈ പൂച്ച രാവിലെ എൻ്റെ മേശയിൽ കയറി, അവിടെ അർത്ഥം പൂർണ്ണമായിട്ടില്ല, ഏതാണ്ട് ബാക്കിയുണ്ടെന്ന് നമുക്കറിയാം. ഒരു കഥ പോലെ കൂടെ ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഇന്ന് ഡീകൺസ്ട്രക്ഷനെ കുറിച്ച് ഞാൻ പറയാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന എൻ്റെ കടലാസുകളെല്ലാം പൂച്ച മാന്തി കീറി എന്ന് പറഞ്ഞാൽ അവിടെയും അർത്ഥം പൂർണ്ണമായില്ല. പിന്നെ എനിക്ക് പറയാം, ഞാൻ പരിപാടി റദ്ദാക്കി, കേൾക്കാമെന്ന് വന്നവരും സംഘാടകരും എന്നോട് കോപിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞത് പോകാം. അപ്പൊ എപ്പോഴായി കഥ പൂർത്തിയാകുന്നത്? ഒരിക്കലും അത് പൂർത്തിയാകുന്നില്ല. അതിന്റെ അർത്ഥം ഒരു വാക്കിലോ വാക്യത്തിലോ ഒരു നറേഷനിലെ അർത്ഥം നമുക്ക് പൂർണ്ണമായിട്ട് ടെക്സ്റ്റിൽ കിട്ടുന്നില്ല. അതിങ്ങനെ നിരന്തരമായിട്ട് ആവിർഭവിച്ചുകൊണ്ടിരിക്കും, അത് പരിണമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം. ഞാൻ സമയം പോയതുകൊണ്ട് ഈ ഡെറിഡയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ, രണ്ടാം പകുതിയിൽ അദ്ദേഹം നൈതികമായ
ചോദ്യങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. അത് കുറേ കൂടി ആളുകൾക്ക് മനസ്സിലാവും. ഹോസ്പിറ്റാലിറ്റി, ഫ്രണ്ട്ഷിപ്പ്, സമ്മാനം, ഗിഫ്റ്റ്, മോർണിംഗ്, വിലാപം, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മനസ്സിലാവുമെന്ന് തോന്നും. പക്ഷെ അടുത്ത് വരുമ്പോഴുള്ള ഒരു പ്രശ്നം, ഒരു ഇമ്പോസിബിൾ ഐഡിയ ഞാൻ പറയും. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരാളിനെ, എൻ്റെ സമശീർഷനായ ഒരു വ്യക്തിയെ ഞാൻ സ്വീകരിച്ചു. അപ്പോൾ അയാളെ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. അയാൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തുകൊണ്ട് അയാൾ മിക്കവാറും എന്നെ ഭക്ഷണത്തിന് വിളിച്ചേക്കും എന്നൊരു നേരിയ ചിന്തയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്തൊരു കാര്യം സാധിക്കാൻ വേണ്ടിയായിരിക്കും ഞാനൊരു വലിയ ആളിനെ വിളിച്ച് സൽക്കാരം കൊടുത്ത്. ഏതോ ഒരു എക്സ്പെക്ടേഷൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും കൂടാതെ നിങ്ങളുടെ വീടിനെയും നിങ്ങൾക്കുള്ള റിസോഴ്സിനെയും പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയാണ് ഐഡിയൽ ഹോസ്പിറ്റാലിറ്റി ആയിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതെപ്പോഴും സാധിക്കും, എവിടെയെങ്കിലും സാധിക്കും. ഗിഫ്റ്റിനെ സംബന്ധിച്ചത്, ഗിഫ്റ്റ് കൊടുക്കുമ്പം ഇത് തിരിച്ചു തരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് തിരിച്ച് ഇതിന് എന്തെങ്കിലും പ്രതിഫലം, ഒരു തരത്തിലുള്ള കേവലമായ നിഷ്കാമ കർമ്മം എന്ന് വേണമെങ്കിൽ പറയാം. നിഷ്കാമ കർമ്മമാണെങ്കിൽ കുറച്ച് നമുക്ക് മനസ്സിലാവും. ഇത് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നവരെ അഭിവാദ്യം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷതയുള്ളൂ. എല്ലാവരും ഒന്നും ചെയ്യുന്നില്ലേ? തിരിച്ചു തരുമെന്ന് ഉറപ്പുള്ളവർക്ക് നിങ്ങൾ വായ്പ കൊടുത്താൽ എന്ത് വിശേഷതയുള്ളൂ. അപ്പൊ തിരിച്ചു തരുമെന്ന് ഉറപ്പില്ലാത്തവർക്ക് കൊടുക്കണം. നിങ്ങളെ അഭിവാദ്യം ചെയ്യാത്തവരെ വേണം അഭിവാദ്യം ചെയ്യാൻ. ശത്രുവിനെ സ്നേഹിക്കണം. ഇതൊരു റാഡിക്കൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഡെറീഡ അതങ്ങനെ എടുത്തു പറയുന്നില്ലെങ്കിലും അത് വളരെ ക്ലിയറാണ്. ഡെറീഡയുടെ ഈ കൃതികൾ, ഈ രചന വായിക്കുന്നതിന് നമുക്ക് ബൈബിൾ അറിയാവുന്നവർക്ക്, യഹൂദന്മാരുടെ പാരമ്പര്യം അറിയാവുന്നവർക്കും പെട്ടെന്ന് അത് വ്യക്തമായിട്ട് വരും. ഇതും അദ്ദേഹത്തിന്റെ പിൽക്കാല രചനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അവസാനമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് എൻ്റെ എളിയ ഒരു ചിന്തയില് ഈ പൗരസ്ത്യ ക്രിസ്തീയ ചിന്തകന്മാർക്ക് അപ്പോഫാറ്റിക് തിയോളജി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോഫാറ്റിക് തിയോളജി എന്ന് പറഞ്ഞാൽ ഒരുതരം നിഷേധ ദൈവശാസ്ത്രമാണ്. ദൈവത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് യാതൊന്നും തന്നെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒന്നുകിൽ പൂർണ്ണമായ മൗനം, എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഈ അസാധ്യത, ഈ നിഷേധം, കേവല നിഷേധത്തെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം വിനയത്തോടു കൂടി പറയാൻ എന്നുള്ളതാണ് അപ്പോഫാറ്റിക് തിയോളജിയിൽ കാണുന്നത്. അപ്പം ദൈവത്തിന്റെ സ്വഭാവം സമ്പൂർണമായും കേവലമായും അജ്ഞേയമാണ്, അവർണ്യമാണ്, അപ്രമേയമാണ്. ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രമേ അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു നൈഷേധികത അപ്പോഫാറ്റിക് തിയോളജിയുടെയും പൗരസ്ത്യ ക്രിസ്തീയ വേദശാസ്ത്രത്തിന്റെയും ഒരു വലിയ അടിസ്ഥാനം. അത് പാശ്ചാത്യർക്ക് അത് കിട്ടിയിട്ടില്ല. അവരുടെ ചില മിസ്റ്റേക്സ് ഒക്കെ അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ മെയിൻ സ്ട്രീം തിയോളജിയിലേക്ക് അത് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ സ്കോളാസ്റ്റിക് തിയോളജി റാഷണൽ ലോഗോസ് ഉപയോഗിച്ച്, റാഷണാലിറ്റി ഉപയോഗിച്ച് എല്ലാത്തിനെയും വിശകലനം ചെയ്യാം, എല്ലാത്തിനെയും മനസ്സിലാക്കാം എന്നുള്ള ചിന്തയാണ് വെസ്റ്റേൺ തിയോളജിയിലും മെറ്റാഫിസിക്സിലും കിടക്കുന്നത്. അതിനെയാണ് ദരീദ വിമർശിക്കുന്നത്. ഇന്ത്യയിലെ ചിന്ത പറഞ്ഞ സമാനമാണ്. എന്താ പറഞ്ഞ പൗരസ്ത്യ ക്രിസ്തീയ പാരമ്പര്യമായിട്ട് വളരെ സമാനമാണ്. നേതി അല്ലേ, അത് വളരെ പ്രസിദ്ധമാണ്. ഇതാണോ ബ്രഹ്മം, ഇതല്ല ബ്രഹ്മം, ഇതാണോ ബ്രഹ്മം, ഇതല്ല, നേതി. അപ്പം എന്ത് ചോദിച്ചാലും നേതി എന്നുള്ള നിഷേധ സൂചന മാത്രം കൊടുക്കുന്ന ഒന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഒരു ഈ സെമിറ്റിക് പാരമ്പര്യത്തിൽ നിന്ന് വന്നയാളായതുകൊണ്ടും ഗ്രീക്ക് നല്ലവണ്ണം പഠിച്ചയാളായതുകൊണ്ടും ഗ്രീക്ക് ഫിലോസഫി നല്ലവണ്ണം പഠിച്ചയാളായതുകൊണ്ടും ആഫ്രിക്കയിൽ ജീവിച്ച ആളായതുകൊണ്ടും ഈ യൂറോപ്യൻ ബൗദ്ധികതയെ വിമർശിക്കാനും അതിന് ബദൽ വഴി നിർദ്ദേശിക്കാനും ദരിദ്രയ്ക്ക് സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു എളിയ നിഗമനം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ യഹൂദന്മാർക്ക് ഇപ്പോൾ പറഞ്ഞവരെ ദെവസ് അബ്സ്കോണ്ടിത്തുസ്, ഒളിഞ്ഞിരിക്കുന്ന ദൈവം, മറഞ്ഞിരിക്കുന്ന ദൈവമെന്ന് ബൈബിളിൽ എപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ്, മറഞ്ഞിരിക്കുന്ന ദൈവം. അപ്പം ഇവിടെയും ദൈവം അപ്രമേയനായ ദൈവം മനുഷ്യന്റെ ഭാഷയ്ക്കും ബുദ്ധിക്കും വിധേയപ്പെടാതെ ഒഴിഞ്ഞ് മാറുന്ന ദൈവത്തിന്റെ ചിത്രം തീർച്ചയായും ദരിദ്രയുടെ മനസ്സിൽ കിടപ്പുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അദ്ദേഹത്തെ ഈ ചിന്തകൾ നമ്മുടെ ദർശനത്തിലും നമ്മുടെ ബൗദ്ധിക വ്യാപാരങ്ങളിലും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു ചർച്ചയ്ക്ക് വിട്ടുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനം ഞങ്ങൾക്ക്